ഹലോ നമസ്കാരം. സിബി മോളാനിക്കാടാണ്. സി കമ്പനിയുടെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ചയാണ് അല്ലെ? തിങ്കളാഴ്ചയാണല്ലോ, സ്കൂളിൽ പോകണല്ലോ. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഒരുപാട് പാഴ്സലുകളുണ്ട്. വലിയ സംഭവങ്ങളൊന്നുമല്ല, പക്ഷെ ഇതൊരു വലിയ സംഭവമാണ്. ഞാൻ ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഏകദേശം 1500 രൂപ അങ്ങോട്ട് വിലയുള്ള ഒരു സാധനമാണ്. 1500 അങ്ങോട്ട് വില വരുന്ന ഒരു സാധനം. ഇതിവിടെ വന്നപ്പോഴേ എനിക്ക് അടക്കേണ്ടി വന്ന കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് 1200 രൂപയാണ്. അതായത് ഇവര് ഇതിന്റെ ഷിപ്പിങ്ങും എല്ലാം കൂടെ ചേർത്തിട്ടാണ് അതിന്റെ പൈസ ഇട്ടിരിക്കുന്നത്, ഫൈൻ ഇട്ടിരിക്കുന്നത്. എനിവേ, നമ്മുടെ കളക്ഷനിലേക്ക് വേണ്ട സാധനം എടുക്കേണ്ടി വന്നു. അപ്പം ഇതിന്റെയൊക്കെ വിശേഷങ്ങൾ കാണാം. ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ച സമയം കളയുന്നില്ല. പൊട്ടിച്ചു വെച്ച ശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ പാഴ്സൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നൊരു പാഴ്സലാണ്, UP നിന്ന് വന്നൊരു പാഴ്സലാണ്. അതിനകത്ത് നമ്മുടെ ഈ കിണ്ടി പോലൊരു ഐറ്റമാണ്. കിണ്ടിയല്ല, നമ്മുടെ ഈ പച്ച തൈരില്ലേ, ആ തൈരൊക്കെ അവർ ഒഴിച്ചു വെക്കുന്ന, ടേബിളിൽ വെക്കുന്ന ഒരു പാത്രമാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ആണി ഇനി ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുള്ളൂ. ഇതെനിക്ക് കോസ്റ്റ് വന്നത് 1400 രൂപയും 200 രൂപ ഷിപ്പിങ്ങുമായി. അത്യാവശ്യം റയറായിട്ടൊരു സാധനം. അടുത്തത് ഒരു ഫിലിം റോളാണ്. നമ്മുടെ സിനിമകൾ നോർമലി കാണുന്നതല്ല, ഇത് പ്രൊജക്ടറിൽ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. അത് റീലും ഫിലിമോടും കൂടി ഇങ്ങനെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്, എങ്കിലും കിട്ടിയത് എടുത്തു വെച്ചു. ഇതും ഒരുപാട് കോസ്റ്റ്ലി അല്ല, എനിക്ക് തോന്നുന്നു ഒരു 1000 രൂപീസിനകത്തൊരു പ്രൈസ് എനിക്കായിട്ടുണ്ട്. പലതും എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കുന്നുണ്ട്, നമ്മളെന്തെങ്കിലും പകരം അങ്ങോട്ട് കൊടുത്തെടുക്കുന്നുണ്ട്. പലതിനും ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഇത്ര എമൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഫിലിമുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ ഫിലിമുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അടുത്ത പാഴ്സലിലേക്ക് നമ്മൾ പോകണം. എല്ലാം പൊട്ടിച്ച് വെച്ചിരിക്കുക. നമ്മൾ സമയം അധികം മെനക്കെടുത്തായിരിക്കാൻ വേണ്ടി എല്ലാം പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇവരെല്ലാം അയക്കുമ്പോൾ, എനിക്ക് അയക്കുമ്പോൾ നല്ലതായിട്ട് പാക്ക് ചെയ്തേക്കും. കാരണം ഇല്ലെങ്കിൽ ഞാൻ കംപ്ലയിൻറ്റ് പറയും. കാരണം ഞാൻ പറയും ഷിപ്പിംഗ് എത്ര വേണം നിങ്ങൾ എടുത്തോ, പക്ഷേ സാധനം സേഫായിട്ട് വരണം. ഇതൊരു പഴയകാല പെട്ടിയാണ്, ചെറിയ സൈസിലുള്ള പെട്ടിയാണ്. ലോക്കൊക്കെ ഉണ്ട്, കീ ഇല്ല, അല്ല ലോക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ലതായിട്ട് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ലെതർ ബോക്സാണ്. പണ്ടത്തെ നമുക്കറിയാം, പഴയ ഒരു 60-70കളിലേക്ക് സിനിമ കണ്ട ഇതരത്തെ പെട്ടികളൊക്കെ കാണാൻ സാധിക്കും. അതിൻ്റെ പോക്കറ്റിലൊക്കെ നോക്കി, പൈസ ഒന്നുമില്ല, അതിനറിയാൻ പറ്റും. പഴയ നോട്ടൊക്കെ മടക്കിയാണ് വെച്ചിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് നോക്കിയാണ്, എന്താണില്ല. അങ്ങനെയൊക്കെ ചില സമയത്ത് ലോട്ടറി അടിക്കും കേട്ടോ. ചില ഐറ്റമൊക്കെ നമ്മൾ ചില ബുക്കൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ പൈസ കിട്ടും. പൈസയൊക്കെ ഇങ്ങനെ ആൾക്കാർ അറിയാതെ വെക്കുന്നതൊക്കെ പിന്നീട് നമുക്ക് പ്രയോജനം ചെയ്യും. സ്പെഷ്യലി ഈ കാറ്റലോഗുകളൊക്കെ വാങ്ങിക്കും. ഇതെല്ലാം ടിന്നുകളാണ്. അപ്പോൾ ഞാൻ ആ ടിന്നുകൾ അഴിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ടിൻ ആക്ച്വലി വലിയൊരു കളക്ഷനാണ്. ഇതൊരു വേറൊരു മാർക്കറ്റാണ്. നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് വലിയ അറിവില്ലെങ്കിലും ഞാൻ കാണിക്കുന്നത്. ഈ ടിൻ ഓരോന്നിനും 250-300 രൂപ കൊടുത്തിട്ടാണ് ഈ ഒഴിഞ്ഞ ടിന്നുകൾ വാങ്ങിച്ചിരിക്കുന്നത്. അതിനൊരു പ്രത്യേക മാർക്കറ്റുണ്ട്. എനിക്ക് പേഴ്സണലി ഇത് കളക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. നമ്മളൊക്കെ കണ്ടിട്ടുള്ള മോൾട്ടോവ, അമുൽ, ഇങ്ങനെയൊക്കെയുള്ള 80കളിലെ ഒരു 90കളുടെ തുടക്കത്തിലൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടിരുന്ന, ഇന്നും ഇതുണ്ട്, പല പേരിലുണ്ട്. ഫാരക്സും ഇങ്ങനെയൊക്കെയുള്ള പല കുട്ടികൾക്ക് കൊടുക്കുന്ന ഐറ്റംസാണ്. നമ്മുടെ പലതരം പൊടികളാണ്. നമ്മുടെ ഹോർലിക്സ് എന്നൊക്കെ പറയുന്ന പോലുള്ള ചില സാധനങ്ങളാണ്. പലത് ഇമ്പോർട്ടഡ് ആയിരുന്നു, ഫോറിൻ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ ടിന്നുകളാണ്. അതെല്ലാം സെപ്പറേറ്റ് ഒരു പാക്കറ്റിലാണ് എനിക്ക് വന്നത്. പ്രത്യേകിച്ച് അതിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരെണ്ണം ശകലം ചളങ്ങിയിട്ടുണ്ട്, പക്ഷേ അത് നൂത്ത് കഴിഞ്ഞ് തുറന്ന് നമുക്ക് അകത്തുനിന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നൂന്ന് വരും. അല്ലാതെ വേറെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. ഫാരക്സിൻ്റെ തന്നെ പഴയൊരു മോഡലാണ്. അപ്പോൾ ഇത് പലതും ഇമ്പോർട്ടഡ് ആണ്, പലതും ഇന്ത്യയിൽ റീപാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ടിന്നുകൾ കിട്ടാൻ കുറച്ച് പ്രയാസം. അടുത്തായിട്ട് ജപ്പാൻ്റെ ഒരു ശരിക്കും പറഞ്ഞൊരു കാറ്റലോഗ് പോലെ. ഇപ്പോൾ ജപ്പാനിൽ ഒരുപാട് ട്രേഡുകളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ. നമ്മുടെ മിസ്സൂഷി പോലെയൊക്കെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, കമ്പനികളൊക്കെ ഉള്ള സമയത്ത് നമ്മളിപ്പോൾ ചൈനയിലെ പോലെ, പണ്ട് ജപ്പാനായിരുന്നല്ലോ നമ്പർ 1. ഇന്നും ജപ്പാൻ നമ്പർ 1 ആണ്. നമ്പർ 1 അല്ലാന്നല്ലേ. ചൈനയുടെ വരവോടുകൂടി ജപ്പാൻ്റെ ആ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടാതെയായി. അപ്പോൾ ജപ്പാനിൽ നമ്മൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ സാധനങ്ങൾ കിട്ടും, അതിൻ്റെ സ്ഥാപനങ്ങളുടെ കംപ്ലീറ്റ് അഡ്രസ്സ് വരുന്നൊരു ഡയറക്ടറിയാണ്. അപ്പോൾ ആ ഒരു വലിയൊരു ഡയറക്ടറി, ഇത് അധികം പൈസ ഒന്നും ആയില്ല. എനിക്ക് തോന്നുന്നൊരു 300 രൂപ മറ്റേ 78-79കളിലെ ഒരു ട്രേഡ് ഇൻഡെക്സ്. അപ്പോൾ ഒരു കളക്ഷൻ പർപ്പസ് അങ്ങനെ എടുത്തു വെച്ചാണ്, കുഴപ്പമില്ല. ഇതൊക്കെ ഒരു രസമാണ്. ഇതൊന്നും നാളെ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു 300-400 രൂപ കൊടുത്ത് വാങ്ങിച്ചു വെക്കുന്നതിൽ എനിക്കൊരു നഷ്ടമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ അത് ഒരു ഐറ്റം എടുത്തു വെച്ചു. ഇപ്പോൾ പലർക്കും സംശയം, ഇന്ന് കോയിനും നാണയങ്ങളും ഒന്നും ഇല്ല എന്നുള്ള സംശയം ഉണ്ടാവും, വരുന്നുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ഒരു ഐറ്റം എനിക്ക് കസ്റ്റംസ് ഡ്യൂട്ടി വന്നു. ഇതാണ് സൊമാലിലാൻഡിൻ്റെ UN അഡ്മിനിസ്ട്രേഷൻ പീരീഡിലെ നാണയങ്ങളാണ്. ഇതെല്ലാം അൺസർക്കുലേറ്റഡ് നാണയങ്ങളാണ്. ഈ 4-5 നാണയമുണ്ട്. ഈ 5 നാണയത്തിന് എനിക്ക് വന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 1500 രൂപയാണ്. പക്ഷേ ഇത് ഷിപ്പിംഗ് കുറച്ച് കൂടുതലായി. അപ്പം ഇതിൻ്റെ എനിക്കിപ്പോൾ 1200 രൂപ എനിക്ക് ഷിപ്പിംഗ് ഉൾപ്പെടെയുള്ളതിനാണ് എനിക്കിപ്പോൾ ചാർജ് ചെയ്ത് വന്നത്. അപ്പോൾ എന്തായാലും അത് അടച്ച് ഞാൻ എടുത്തു, കാരണം ഇത് അൺസർക്കുലേറ്റഡ് കണ്ടീഷനിൽ കിട്ടാൻ പ്രയാസമാണ്. ഇനി അടുത്ത പാഴ്സൽ, ഇതൊരു ഇത്ര സുഖമുള്ളൊരു പാക്കിംഗ് അല്ല. സാധാരണ ഇങ്ങനെയൊക്കെ ബൾക്കായിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ബോക്സിലാണ് അയക്കുക. ഇതും കുറച്ച് കോയിൻസാണ്. ഞാൻ സാധാരണ
ഈ ഉപയോഗത്തിലില്ലാത്ത കിട്ടാൻ പ്രയാസമുള്ള നാണയങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ആ രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ അവരോട് പറഞ്ഞ് വരുത്താറുണ്ട്. ഇതെൻ്റെ ഒരു സുഹൃത്ത് ഇടയ്ക്ക് എനിക്ക് ട്രേഡ് ചെയ്ത കുറച്ച് നാണയങ്ങൾ, എനിക്ക് തോന്നുന്നത് മൊസാംബിക്കിൻ്റെ നാണയങ്ങളാവാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും ഒന്ന് നോക്കിക്കളയാം. മൊസാംബിക്കിൻ്റെ ഒരു പുതിയ ഇഷ്യൂ ഉണ്ട്. അതൊരു 10 നാണയം എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ അധികം നാണയങ്ങൾ അങ്ങനെ ബൾക്കായിട്ട് വാങ്ങാറില്ല, കാരണം എനിക്ക് എൻ്റെ പേഴ്സണൽ യൂസ്, പിന്നെ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പഴയ ബുക്ക് പേപ്പറിലൊക്കെ പൊതിഞ്ഞാണ് വന്നിരിക്കുന്നത്. അതെ, കുറച്ച് മൊസാംബിക്ക്, കൊളംബിയ അങ്ങനെയൊക്കെയുള്ള നാണയങ്ങളാണ്. 2 മൊസാംബിക്കിൻ്റെ നാണയങ്ങളാണ്, അത് അൺസർക്കുലേറ്റഡ് ആണ്. ഈ ആദ്യം കാണുന്നത് സീറ ലിയോണിൻ്റെ ബൈമെറ്റൽ കോയിനാണ്. കുറച്ച് പ്രയാസമാണ് ഇത് കിട്ടുക, കാരണം ഈ ആഫ്രിക്കൻ രാജ്യങ്ങളുടെയൊക്കെ നാണയങ്ങൾ ഇവിടെ കിട്ടുക അത്ര എളുപ്പമല്ല, കുറച്ച് പ്രയാസമാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ സീറ ലിയോണിൻ്റെ ബൈമെറ്റൽ നാണയം, ഇതാണ് ഞാൻ പറഞ്ഞ മൊസാംബിക്കിൻ്റെ നാണയം. മൊസാംബിക്കിൻ്റെ 2 ടൈപ്പ് നാണയങ്ങളുണ്ട്. അപ്പോൾ രണ്ടും ഒരു 10 പീസ് 10 വെച്ച് ഞാൻ എടുത്തിരുന്നു. അപ്പോൾ അത് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. UNC ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇടയ്ക്ക് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങാറില്ല, സാധനങ്ങൾ ട്രേഡ് ചെയ്യാറില്ല. കാരണം ട്രേഡ് ചെയ്യാൻ മെനക്കേടാണ്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കണം, അവരത് ഓക്കെ പറയണം, അവരുടെ സാധനം നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഇതെല്ലാം മൊസാംബിക്കിൻ്റെ നാണയങ്ങളാണ്. മൊസാംബിക്കിൻ്റെ നാണയങ്ങൾ കുറച്ച് എക്സ്ട്രാ ഉണ്ടാവും. ഞാൻ പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയും. ഇത് കുറച്ച് കൊളംബിയൻ നാണയങ്ങളാണ്. വലിയ കോസ്റ്റ് ഒന്നും അതിൽ ഒരു 50 രൂപ റേഞ്ചിലെങ്ങാണ്ട് എക്സ്ചേഞ്ച് ചെയ്താണ്. ഞാൻ കുറച്ച് വെനസ്വേലയുടെ നാണയങ്ങൾ കൊടുത്തിട്ട് പകരം കൊളംബിയയുടെ നാണയങ്ങൾ ഈ ഒരു ടൈപ്പ് ഇങ്ങോട്ട് വാങ്ങിച്ചു. ഇത് ഒരു ഗിഫ്റ്റ് വന്നാന്ന് തോന്നുന്നു കേട്ടോ. ഇത് പാക്കറ്റിന് വെളിയിലായിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഫിജിയുടെ ഒരു നാണയമാണ്. അതോ ഇനി ഞാൻ ലാസ്റ്റിലെങ്ങാനും പറഞ്ഞിട്ട് അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ച് വിട്ടാണെന്നറിയില്ല. ഫിജിയുടെ ഒരു ചെറിയ നാണയമാണ്. ഫിജിയുടെ നാണയങ്ങളും കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ഒരുപാട് ഇന്ത്യക്കാരുള്ള രാജ്യമാണ് ഫിജി. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ടൂറിസ്റ്റുകളൊക്കെ കുറവാണ്. കാരണം ഒരു ഐലൻഡ് ആയതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊന്നും പോകുന്ന ഒരു രാജ്യമല്ല ഫിജി. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം നാണയങ്ങൾ അങ്ങനെ വരാറില്ല. ഇതിനകത്ത് 2 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നാണയങ്ങളുണ്ട്. ഞാൻ അത് രണ്ടും ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം. ഈസ്റ്റ് കരീബിയൻ ഗ്രൂപ്പുണ്ട്. അതായത് ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആൻറ്റിഗ്വ, ഡൊമിനിക്ക, ഗ്രേനഡ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ, സെൻറ്റ് ലൂഷ്യ, സെൻറ്റ് കിറ്റ്സ്, ഇവർക്കൊന്നും പ്രത്യേകിച്ച് ഇപ്പോൾ നാണയങ്ങളില്ല. ഇത് സെൻറ്റ് വിൻസെൻറ്റിൻ്റെ നാണയമാണ്. $4 കോയിൻസ് എന്ന് പറയുന്നത്. ഇത് ബനാന കോയിൻസ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ $4 നാണയങ്ങളാണ് എല്ലാ കൺട്രിക്കും വേണ്ടി, അവരുടെ 8 രാജ്യങ്ങൾക്കും വേണ്ടി, ബാർബഡോസും ആ സമയത്ത് ഈ യൂണിയനിലായിരുന്നു, ബാർബഡോസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി ഇറക്കിയിരുന്നു. അപ്പോൾ ഇതാണ് ആ $4 കോയിൻ. വലിയ കോയിനാണ് ഇത്. അത്യാവശ്യം നല്ല വിലയുള്ള കോയിനാണ്. ഇത് ഈസി ആയിട്ട് കിട്ടുന്നതൊന്നുമല്ല. 4500 5000 രൂപയ്ക്ക് ഇപ്പോൾ വിലയുണ്ട്. കോപ്പർ നിക്കലാണ്, സിൽവർ ഒന്നുമല്ല. ഈ ബനാന കോയിൻസ് എന്ന് പറയാൻ കാരണം ഇതിൽ ബനാനയുടെ ഒരു പടം ഉള്ളതുകൊണ്ടാണ് ബനാന കോയിൻസ് എന്ന് പറയുന്നത്. $4 ആണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. നോർമലി മോൺസറാത്ത്, സെൻറ്റ് വിൻസെൻറ്റ് ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്കെല്ലാം ഈ ടൈപ്പ് കോയിൻസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവരെല്ലാം യൂസ് ചെയ്യുന്ന കോമൺ കോയിൻസാണ്. ഇത് കുറച്ച് കോമൺ ആയിട്ടുള്ള കോയിൻസ്, ലിബിയ അങ്ങനെയൊക്കെയുള്ള കോയിൻസാണ്. ഞാൻ ഡീറ്റെയിലേക്ക് ഒരുപാട് ടൈം നമ്മുടെ കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് ഞാൻ ഓടിച്ച് വിടുകയാണ്. ഇനി ഓരോരോ പാഴ്സലായിട്ട് 7 ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേഴ്സണൽ കളക്ഷനിലേക്ക് വന്ന 1-2 ട്രാവൻകൂർ നാണയങ്ങളാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയോട്ടെ. യെസ്, സ്വാതി ക്യാഷാണ്. ഇത് ഞാൻ ഇടയ്ക്കൊരു നാണയമായിട്ടൊരു ലോക്കൽ നാണയമായിട്ട് ട്രേഡ് ചെയ്തതാണ്. ഇതാണ് സ്വാതി ക്യാഷ്. ഇത് തിരുവിതാംകൂർ നാണയമാണ്. ഇപ്പോൾ സ്വാതി ക്യാഷ് നല്ല ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ഗോഡിൻ്റെ ഫിഗറും മറു സൈഡിൽ ഈ ഒരു ടൈപ്പ് ഫിഗറും വരുന്ന സ്വാതി കാശാണ്. അത് രണ്ട് ടൈപ്പ് എന്നുള്ളതേ ഉള്ളൂ. ഒരേ കോയിനാണ്, 2 ടൈപ്പ്. കാരണം ഇത് ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് ഇതിന് ചില ഡിഫറൻസ് ഉണ്ടാവും ഓരോ കോയിനിലും. ഇത് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യൻ കോയിൻസ് ആണ്. പിന്നെ അതിനുശേഷം തിരൈ ക്യാഷ് എന്ന് പറയുന്നത്, അതായത് തിരുവിതാംകൂർ ആവുന്നതിന് മുമ്പ് തിരുവിതാംകൂറിൽ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന വേണാട് കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ക്യാഷ് കോയിൻസാണ് ഈ കാണുന്നത്. ഇത് കുറച്ച് റയറാണ്. ഇത് എലിഫൻറ്റ് റൈഡർ, അതായത് ഒരു എലിഫൻറ്റിന് മുകളിൽ ആനക്കാരനിരുന്ന് പോകുന്ന പിക്ചറോടുകൂടി ഒരു നാണയമാണത്. മറ്റേത് അതുപോലെ തന്നെ ഒരു അരയന്നം പോലുള്ളതും മർസൈഡീസ് സ്റ്റാർ. ഇത് കുറച്ച് നല്ല റയറിറ്റികളാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള നാണയങ്ങളാണത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. പുതിയ വീഡിയോസിന് ഉടനെ ഉണ്ടാവും. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.